അപ്പം നമ്മൾ അങ്ങനെ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി, ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മളിവിടെ കുറേ സംഭവങ്ങളുണ്ട് കാണാനായിട്ടും എൻജോയ് ചെയ്യാനായിട്ടും ആസ്വദിക്കാനായിട്ടും. അപ്പം നമ്മൾ അങ്ങടേക്ക് പയ്യെ കിടക്കുകയാണ്. എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കണ്ടേ. ദേ ആ കിടക്കുന്ന കണ്ടോ നമ്മുടെ മിലിറ്ററിയുടെ ഒരു അടിപൊളി വാഹനം. മിലിറ്ററിയുടെ വാഹനം അവിടെ കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഈ കാണുന്ന എല്ലാ ബൾബുകളും കാര്യങ്ങളൊക്കെ മിലിറ്ററിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അവിടുത്തെ ബൾബ് മാറ്റുന്ന കാര്യം വരെ അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയയിൽ ഒരെണ്ണമാണിത്. എത്ര മനോഹരമാണല്ലേ നമ്മുടെ ഈ കർത്തവ്യപാഥത്തിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ. കർത്തവ്യപാഥത്തിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ റിപ്പബ്ലിക് ഡേക്ക് നമ്മൾ ഇവിടെ പരേഡൊക്കെ നടക്കില്ലേ, ആ ദിവസമാണ് ഇവിടെ. അന്നത്തെ ദിവസം ആ കർത്തവ്യപാഥത്തിലൂടെയാണ് പരേഡുകൾ നടക്കുക. അപ്പോൾ ആളുകളെല്ലാം ചുറ്റിനും ഉണ്ടാവും. എന്ത് രസമാണല്ലേ നമുക്ക് ഇങ്ങനെ കണ്ടു പോകാൻ. മനസ്സിലൊത്തിരി സന്തോഷം നൽകുന്ന ഒരു നിമിഷം. ഒത്തിരി ചരിത്രങ്ങൾ ഉറങ്ങുന്ന, ഒത്തിരി ചരിത്രങ്ങൾ പറയാനുള്ള നമ്മളുടെ അഭിമാനമായ നമ്മുടെ ഇന്ത്യയുടെ മടിത്തട്ടിലൂടെയാണ് നമ്മുടെ യാത്ര. നൈസല്ലേ നോക്കി. നമ്മുടെ രാഷ്ട്രപതി ഭവൻ. മനോഹരമായ, അതീവ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കാനുള്ളത്. നമ്മൾ എവിടെ പോയാലും എത്ര വിഷ്വലെടുത്താലും നമുക്ക് അഭിമാനത്തോടെ നിന്ന് വിഷ്വലെടുക്കാം. നമുക്ക് മാനസികമായി പല സന്തോഷങ്ങളുണ്ടാവും, പക്ഷേ അഭിമാനത്തോടെ നിന്ന് വിഷ്വലെടുക്കാൻ അല്ലെങ്കിൽ കാണുവാൻ ഇത്രയ്ക്കധികം സന്തോഷം നൽകുന്ന ഒരിടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്നെനിക്ക് അറിഞ്ഞൂടാ. അത്ര മനോഹരമാണ്. അത്രയ്ക്ക് ഞാൻ ആത്മഗംഭീരത അടയുന്നു, നിർഭലമാകുന്നു, ആത്മനിർഭലമാകുന്നു, ഗാംഭീര്യമാകുന്നു ഇവിടെ നിൽക്കുമ്പോൾ. അത്രയ്ക്ക് മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട്. അപ്പോൾ രസമല്ലേ? ഇനിയും രസകരമായ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, ചുറ്റിനുമുണ്ട്. നമ്മൾ ഒപ്പിയെടുക്കണം, ഒപ്പിയെടുത്ത് നമ്മൾ അത് വീഡിയോയിലാക്കണം. അസല ഫ്രെയിമല്ലേ നോക്കി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടേക്ക് വന്ന് സന്ദർശിക്കണം. ഇതിൻ്റെ ഒരു മനോഹാരിത അനുഭവിക്കണം. എങ്ങനെയുണ്ട്? നൈസല്ലേ?
കുട്ടി ഫൗണ്ടൻ പോലെയല്ലേ ഇപ്പം നമ്മുടെ മനസ്സ്. എൻ്റെ മനസ്സ് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ വിഷ്വൽ കാണുമ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. നൈസല്ലേ? ഫ്രെയിം എടുത്ത് ഈ ഫ്രെയിമിൽ എങ്ങനെയുണ്ട്? ആ ബസ് അങ്ങ് പോയി തീരുന്ന വരെ രസമായിരിക്കും. അടിപൊളി. ഇത്ര മനോഹരമായ ഫ്രെയിംസ്. ഈ ഫ്രെയിംസിൻ്റെ പ്രത്യേകത ഉണ്ട്. ഈ ഫ്രെയിംസ് നമ്മൾ വെറുതെ നമുക്ക് കിട്ടുന്ന ഫ്രെയിം അല്ല ഇത്. ഇത് നമ്മളുടെ അഭിമാനം കൂടി കലർന്നിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അതാണ് ഈ ഫ്രെയിമിനെ നമുക്ക് സാധാരണ ബ്യൂട്ടി അല്ല എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം. നമ്മുടെ കൃഷിഭവൻ്റെ ഒരു ഇത് കണ്ടോ, ബ്യൂട്ടി കണ്ടോ ഇവിടെ നോക്കുമ്പോൾ? നൈസല്ലേ? ഇനി ഞാനൊരു ലോ വെച്ചിട്ടെ. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ നമ്മുടെ പരേഡ് ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഭംഗിയായിട്ട് ആസ്വദിച്ചില്ലേ? ഇനിയുമുണ്ട് ഇവിടെ കാണാൻ. അപ്പോൾ ഇവിടെ കാണാനായിട്ടുള്ള ഇനിയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോകാം. കാരണം ഒരു വീഡിയോ ഒത്തിരി ലെങ്ത്തിൽ തന്നാൽ നിങ്ങൾക്ക് തന്നെ ക്ഷമയുണ്ടാവില്ല കാണാനായിട്ട്. നിങ്ങൾ പകുതി സ്കിപ്പ് അടിച്ചു പോകും. എനിക്കാണെങ്കിൽ അത്രയും ദൂരം വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ട് ഫുള്ളായിട്ട് കണ്ടില്ലെങ്കിൽ ഒരു സങ്കടമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഒരു ഇനിയും अच्छा ना हो तो पैसे मत देना पड़े भैया। नहीं बोलो हाँ अब नहीं चाहिए, टेस्ट बनाऊंगा पे बात पे आएंगे तो इतना काम है. അപ്പോൾ പുള്ളി എന്തോ സാധനം വിൽക്കാൻ കൊണ്ടെന്നാണ് നമ്മുടെ അടുത്ത്. നമ്മൾ പറഞ്ഞു ഇപ്പം വേണ്ട. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നു. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും നമുക്ക് ഈ ഫ്രെയിമിൽ നിന്നും ഒരു സൈൻ ഓഫ് ചെയ്യാം. ബൈ.